എന്ത് വൃത്തികേടും കാണിക്കാൻ മടിയില്ലാത്ത ഒരു കൂട്ടരാണ് ഈ പറയുന്ന കോൺഗ്രസ് എന്നത് ആർക്കും അറിയാത്തത്. ഇത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ കഥ. എന്താണ് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ അവസ്ഥ? എന്താണ് ബി ജെ പിയോട് അവർ സ്വീകരിക്കുന്ന നില? രാഹുൽ ഗാന്ധിയും കോൺഗ്രസും എത്ര കണ്ടാണ് ബി ജെ പിയുടെ ബി ടീമായി മാറുന്നത്? എല്ലാവരുടെയും ശ്രദ്ധയിലുള്ള കാര്യമല്ലേ? വടക്കേ ഇന്ത്യ, ഡൽഹി ആയിരുന്നല്ലോ ബി ജെ പി ഭരണമില്ലാത്തൊരു നാട്. കെജ്രിവാളും AAPയുമായിരുന്നല്ലോ അവിടെ ഉണ്ടായിരുന്നത്. എന്താണ് കോൺഗ്രസ് ചെയ്തത്? ബി ജെ പി പ്രതിപക്ഷത്തെ വേട്ടയാടുന്നു, ബി ജെ പി ഇതര ഗവൺമെൻറ്റുകളെ വേട്ടയാടുന്നു. അപ്പോൾ അവിടുത്തെ കെജ്രിവാളിൻ്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെ അറസ്റ്റ് ചെയ്തു, ഒരു കേസിൽപ്പെടുത്തിയിട്ട്. എന്താ കോൺഗ്രസ് പറഞ്ഞത്? എന്താണ് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞത്? ഇയാളെയാണോ അറസ്റ്റ് ചെയ്യേണ്ടത്? കെജ്രിവാളിനെയല്ലേ എന്നല്ലേ ചോദിച്ചത്. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ പടക്കം പൊട്ടിക്കുകയായിരുന്നില്ലേ കോൺഗ്രസ്? കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയല്ലേ ചെയ്തത്. ഇപ്പോൾ കോടതി കെജ്രിവാളിനെ കുറ്റവിമുക്തനാക്കിയല്ലോ. കോടതി നടപടി ബി ജെ പിക്ക് മാത്രമല്ലല്ലോ, കോൺഗ്രസിനും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനും മുഖത്തേറ്റ അടിയായല്ലേ മാറിയത്. ഇതൊരു ഭാഗം. അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. ഒരു സീറ്റും കോൺഗ്രസിനില്ലാത്തൊരു നാടല്ലേ അത്. എന്നാൽ ഉള്ള ശക്തി എന്തിനാണ് ഉപയോഗിച്ചത്? ബി ജെ പി ഒഴിവാക്കാനാണോ? ബി ജെ പി ഒഴിവാക്കാനാണെങ്കിൽ AAP അല്ലേ സഹായിക്കേണ്ടത്. അവിടെ അതിശക്തമായി AAP എതിർക്കല്ലേ ഇത്. അങ്ങനെ AAP അതിശക്തമായി എതിർത്താൽ ആരാ ജയിച്ചു വരികയെന്ന് അവിടുത്തെ സ്ഥിതിയിൽ എല്ലാവർക്കും അറിയാലോ. അത് ബി ജെ പി അല്ലേ. ബി ജെ പി ജയിച്ചു വന്നല്ലോ. അപ്പോൾ ബി ജെ പിയുടെ ബി ടീമായിട്ടല്ലേ ഫലത്തിൽ അവർ പ്രവർത്തിച്ചത്. ഇതേ കാര്യം തന്നെ ഹരിയാനയുടെ കാര്യം നോക്കൂ നിങ്ങൾ. ഹരിയാന നിയമസഭ ആ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് അവർ തന്നെ കണക്കാക്കുന്നില്ല. എല്ലാവരും ഉറപ്പിക്കുന്നു ബി ജെ പിയെ പരാജയപ്പെടുത്താനാവും. എങ്ങനെയാണ് ബി ജെ പിക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞത്? ബി ജെ പിയെ നേരിടാനുള്ള ശക്തി ഇന്ന് പലയിടത്തും നമ്മുടെ രാജ്യത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒറ്റയ്ക്കില്ല. അപ്പോൾ സാധാരണഗതിയിൽ ബി ജെ പി എതിർക്കാൻ താല്പര്യമുള്ള എല്ലാവരെയും ഒന്നിച്ച് നിർത്താൻ ശ്രമിക്കണം. ആ കാര്യം ചെയ്തോ കോൺഗ്രസ്? ഒന്നിച്ച് നിൽക്കാൻ സന്നദ്ധയുള്ളവരെയൊക്കെ അകറ്റിക്കളഞ്ഞില്ലേ? അതല്ലേ നടന്നത്. അതല്ലേ ബി ജെ പിയുടെ ജയത്തിലേക്ക് എത്തിച്ചത്. യഥാർത്ഥത്തിൽ ഫലത്തിൽ ബി ജെ പിയുടെ പാർട്ടിയായി മാറുകയല്ലേ ചെയ്തത്. ഇതല്ലേ നാം കാണേണ്ടത്. ബീഹാർ അടക്കമുള്ള തെരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്കിക്കോളൂ. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആദ്യമേ തന്നെ കുളം കലക്കുന്ന നടപടിയെടുക്കും. രംഗം കലുഷിതമാക്കിയിട്ട് പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? രംഗം കലുഷിതമാകുമ്പോൾ അതിൻ്റെ ഗുണഫലം കിട്ടുന്നത് ബി ജെ പിക്കല്ലേ. ബീഹാർ അടക്കമുള്ള തെരഞ്ഞെടുപ്പ് ഫലത്തെ ആദ്യത്തെ കോൺഗ്രസിൻ്റെ സമീപനം സ്വാധീനിച്ചില്ലേ? എല്ലാം ബി ജെ പിക്കല്ലേ സഹായകരമായിട്ട് വന്നത്. ഇങ്ങനെയെല്ലാം നേരത്തെ ചെയ്തവർ, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അവരുടെ നിലപാടിൽ ഒരു മാറ്റവും ഇല്ലാതെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി കൂട്ടുകൂടാൻ തയ്യാറാകുന്നവർ, ഒരു കാലത്തും ബി ജെ പിയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ച ഞങ്ങൾക്ക് നേരെ ആക്ഷേപം ഉന്നയിക്കാൻ തയ്യാറാകും. അതൊന്നും നാട്ടിലേശുന്ന കാര്യമല്ലെന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ നല്ലതുപോലെ കളവ്, നുണ സത്യമാണെന്ന് തോന്നത്തക്ക രീതിയിൽ പ്രചരിപ്പിച്ചാൽ അത് സത്യമായി അംഗീകരിക്കപ്പെടുമെന്നുള്ള പഴയ ഗീബൽസിൻ്റെ സിദ്ധാന്തം ഉണ്ടല്ലോ. അതിൻ്റെ ആശാന്മാരായിട്ട് ആ പ്രവർത്തനങ്ങളും നടത്തി നോക്കുകയാണ്. പക്ഷേ ഈ അനുഭവമൊന്നും നാടിനോ നാട്ടുകാർക്കോ മറക്കാൻ കഴിയുന്നതല്ല. നമുക്ക് ഇന്നത്തോടുകൂടി ഇത് അവസാനിപ്പിക്കാം കേട്ടോ. ഇനിയിപ്പോൾ
ഇനിയൊന്നും പറ്റില്ല, 10:45 പോയി. മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. 10:45 അവസാനിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി. ബാക്കി ചോദ്യങ്ങൾ എടുക്കുന്നില്ല. എന്തായാലും ഈ പ്രധാനമായും സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ പറയുകയായിരുന്നു. വികസന പ്രവർത്തനങ്ങൾ പറയുക എന്നതിലുപരി 10 വർഷം മുമ്പ് ഒരു ഇരുണ്ട കാലമായിരുന്നു. ഇരുണ്ട കാലം എന്ന് പറഞ്ഞൊരു പ്രചരണ പേജ് ഒക്കെ നമ്മൾ കണ്ടു. ഇരുണ്ട കാലമായി. ഇരുണ്ട കാലത്തിൽ കേരളത്തെ ലക്ഷ്യമിട്ടത് LDF ആണ് എന്ന അവകാശവാദം ഉന്നയിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. പിന്നീട് കൂടുതൽ ആരോഗ്യ വകുപ്പിനെതിരെ ഉണ്ടാകുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആരോഗ്യവകുപ്പിന് കഴിഞ്ഞ 10 വർഷത്തെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു ആ പ്രതിരോധം. അതിനുശേഷമാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത്. ഈ പറയുന്ന BJP പാലക്കാട് BJP CPM ഡീലിനെ പറ്റിയുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ചോദ്യമായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യം മാത്രമേ ഒരു ചോദ്യത്തിന് മറുപടി ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഈ പറഞ്ഞ കോലീബി സഖ്യം, കോൺഗ്രസ് ലീഗ് BJP, പഴയ വടകര ബേപ്പൂർ സഖ്യം, ഇപ്പോൾ നിയമത്തിൽ 2016 BJP അക്കൗണ്ട് തുറന്ന് നിയമസഭയിലേക്ക് എത്താനുള്ള കാരണം കോൺഗ്രസ് ആണ്. രാഹുലും കോൺഗ്രസും BJPയുടെ B ടീം തന്നെയാണ്. നേരത്തെ ഒരു പത്രത്തിൻ്റെ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് പറയുന്നുണ്ടായത്. രാഹുൽ ഗാന്ധി BJPയുടെ B ടീമാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിന് പ്രതിപക്ഷ നേതാവിൻ്റെ മറുപടി, അത് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഈ ലോക്സഭയിലടക്കം നരേന്ദ്രമോദിക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്ന രാഹുൽ ഗാന്ധി BJPയുടെ B ടീം ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ മറുചോദ്യം. അങ്ങനെ പക്ഷേ ആ ആരോപണം ആവർത്തിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. പിന്നെ ഹരിയാനയിലെ ഉദാഹരണം, അരവിന്ദ് കെജ്രിവാളിൻ്റെ ഉദാഹരണമൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അതിനുള്ള മറുപടി. അതിനുശേഷം ബാക്കി ചോദ്യം, G സുധാകരനെതിരെ പ്രയോഗിച്ച പ്രയോഗത്തിന് ചോദ്യമൊക്കെ വന്നപ്പോഴേക്കും സമയം കഴിഞ്ഞു എന്ന് പറയുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാർത്താ സമ്മേളനം തത്സമയം കാണുകയായിരുന്നു. പ്രധാനമായും ആദ്യഘട്ടത്തിൽ, ആ വാർത്താ സമ്മേളനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ മാത്രമേ ശബരിമല വിഷയം എങ്ങനെ പ്രചരണം നടത്തണം എന്ന അതത് മുന്നണികളാണല്ലോ തീരുമാനിക്കേണ്ടത്. LDF സർക്കാർ കൃത്യതയുള്ള നിലപാട് സ്വീകരിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യവും ബാക്കി നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നെയും ആവർത്തിക്കുകയാണ്. ഇനിയിപ്പോൾ ഇന്നേക്ക് 17ാം നാൾ കേരളം പോളിംഗ് ബൂത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഈ അജണ്ട ബിൽഡിംഗ്, നറേറ്റീവ് ബിൽഡിംഗ് ഒക്കെയാണ് രാഷ്ട്രീയ പാർട്ടികൾ നേരിടുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ വേണം ആ വാർത്താ സമ്മേളനത്തെ കാണാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.